എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പഴയകാല സൗഹൃദങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, സൗഹൃദം ഒരാളുടെ ജീവിതത്തിൽ വളരെ അധികം വഴിത്തിരിവ് ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു മഹത്തായ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇക്കാലത്ത് സംഭവിക്കുന്നത് എന്താണ്? സൗഹൃദങ്ങളുടെ കാര്യത്തിൽ വളരെയധികം മൂല്യച്യുതി വരുന്ന ഒരു സമയമാണിത്. അപ്പോൾ പഴയ കാലത്തെ ഒരു നല്ല സൗഹൃദം, അതിനെക്കുറിച്ചൊന്ന് പറയാം ആദ്യം. അതായത്, പണ്ട് കാലത്ത് ഒരു ഗുരുകുലത്തിൽ 2 കൂട്ടുകാർ ഒരുമിച്ച് പഠിച്ചു വന്നിരുന്നു. അപ്പോൾ അതിൽ ഒന്നാമൻ്റെ പേര് സേനകൻ എന്നായിരുന്നു, രണ്ടാമൻ്റെ പേര് രാവുണ്ണി എന്നായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള സൗഹൃദം വളരെ ഉറച്ചതായിരുന്നെങ്കിലും 2 പേരുടെയും പഠനത്തിൽ വളരെയധികം മാറ്റം ഉണ്ടായിരുന്നു. സേനകൻ വളരെയധികം മിടുക്കനായിട്ട് പഠിച്ചിരുന്നു, അതേസമയം രാവുണ്ണി പഠനത്തിൽ ഒരുപാട് പിറകിലായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾ അവിടെ പഠിച്ചതിന് ശേഷം സേനകൻ നല്ലതുപോലെ പഠിച്ച് അന്നത്തെ കാലത്ത് ഏറ്റവും ഉയർന്ന ഉദ്യോഗം കിട്ടുന്നത് കൊട്ടാരത്തിലെ ജോലികൾക്കായിരുന്നു. അങ്ങനെ കൊട്ടാരത്തിലെ ഒരു ജോലിയിൽ കയറാനായിട്ട് അവൻ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ അവന് കിട്ടി. അവൻ ക്രമേണ പടിപടിയായിട്ട് ന്യായാധിപൻ വരെ ചെന്നെത്തി നിന്നു. എന്നാൽ അതേസമയം ഈ രാവുണ്ണി പോയത് കിഴക്ക് ദിക്കിലേക്കാണ് പോയത്. ആ കിഴക്ക് ദേശത്ത് പോയി അവിടെ പലതരം കൂലിപ്പണികൾ ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ട് അവിടെ അവനൊരു കുടുംബമൊക്കെ ഉണ്ടായി. എന്നിട്ട് ആ കുടുംബത്തിൽ ഒരു പ്രാവശ്യം അവൻ്റെ അമ്മയ്ക്ക് ഒരു രോഗം പിടിപെട്ടു. അപ്പോൾ ആ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വൈദ്യൻ പറഞ്ഞു ഒരുപാട് നാണയങ്ങളുടെ ചിലവ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ പല മുതലാളിമാരുടെയും വീടുകളിൽ ചെന്ന് പറഞ്ഞു, കൂലി മേടിക്കാതെ ഞാൻ ഇനിയുള്ള കാലത്ത് പണിതോളാം എന്ന് പറഞ്ഞിട്ടും പലരും ഇവന് ഒരു നാണയം പോലും കൊടുത്തില്ല. അതുമാത്രമല്ല, ഇവനെ കളിയാക്കുകയും ചെയ്തു. അത് അവൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അപ്പോൾ അവൻ അതിന് ഒരു പ്രതിവിധിയായിട്ട് അവൻ കണ്ടെത്തിയത് മോഷണം എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഒരു മോഷണം പോലും ഇതുവരെ നടത്താത്ത, യാതൊരു മുൻപരിചയവുമില്ലാതെ അവൻ രാത്രി ഒരു വലിയ തറവാടിൻ്റെ പിറകിൽ ചെന്നു. ഇവന് പരിചയക്കുറവായിരുന്നു. അതുകൊണ്ട് ആ വീട്ടിൽ പട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് അവൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ പട്ടി അവനെ ഓടിച്ചു. വഴിയിലൂടെ ഓടിച്ചപ്പോൾ തന്നെ ആൾക്കാർ വന്ന് വളഞ്ഞ് ഇവൻ മോഷ്ടാവാണെന്ന് പറഞ്ഞ് നേരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. കൊട്ടാരത്തിൽ ന്യായാധിപൻ്റെ മുറിയിലെത്തി. അപ്പോൾ അവൻ ഒരുപാട് വർഷങ്ങൾ കൂടി അവൻ്റെ പഴയ പ്രിയ കൂട്ടുകാരനെ കാണുകയാണ്. അപ്പോൾ അവൻ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവൻ ഈ ന്യായാധിപൻ്റെ സേനകൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അയാൾ കണ്ട ഭാവം പോലും നടിക്കാതെ ശിക്ഷയായിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന ആ മോഷ്ടാവിന് 100 വെള്ളി നാണയങ്ങൾ ഞാൻ പിഴയായിട്ട് ഈ കൊട്ടാരത്തിൽ തന്നെ ഏൽപ്പിച്ചാൽ അവന് സ്വതന്ത്രമായിട്ട് പോകാം. അല്ലെങ്കിൽ 1 വർഷം കഠിന തടവായിട്ട് ഈ കൊട്ടാരത്തിലെ തടവറയിൽ കിടക്കണം. ഇത് കേട്ടിട്ട് ഈ രാവുണ്ണി വളരെയധികം പേടിച്ചുപോയി. കാരണം അവൻ്റെ കയ്യിൽ ഒരു നാണയം പോലും എടുക്കാനില്ല. അങ്ങനെ വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ആ കൊട്ടാരത്തിൻ്റെ വരാന്തയിൽ ഇരുന്ന അവൻ്റെ തോളിൽ വന്ന് ഒരാൾ തട്ടി. അത് ന്യായാധിപനായിരുന്നു. ന്യായാധിപൻ്റെ ജോലി കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 കിഴിയുണ്ടായിരുന്നു. അപ്പോൾ ആ 2 കിഴിയിൽ ഒരു കിഴിയിൽ 100 വെള്ളി നാണയം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, രാവുണ്ണി, നീ എന്തിനാണ് മോഷ്ടിക്കാൻ പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം ഈ ന്യായാധിപൻ ഒരു കിഴി എടുത്ത് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, പ്രിയ കൂട്ടുകാര, നിൻ്റെ വിഷമം എനിക്കറിയാം. ഞാൻ നിനക്ക് 100 വെള്ളി നാണയം തരികയാണ്. അത് നീ കൊട്ടാരത്തിൽ കൊണ്ടുപോയി പിഴയായിട്ട് അടച്ചാൽ മതി. പിന്നെ വേറെ ഒരു 100 വെള്ളി നാണയം അടങ്ങിയ വേറൊരു കിഴിയുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ വീട്ടിലെ ചെലവുകൾക്കെല്ലാം ഇത് ഉപകരിക്കും എന്ന് പറഞ്ഞു. മാത്രമല്ല അവനോട് പറഞ്ഞു, നിൻ്റെ അമ്മയുടെ ചികിത്സ സൗജന്യമായിട്ട് കൊട്ടാര വൈദ്യനെ കൊണ്ട് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിക്കോളാം. നീ അമ്മയുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് വളരെ സന്തോഷമായി. അവൻ അന്നേരം സംശയം കൊണ്ട് ചോദിച്ചു, എന്നിട്ട് കോടതി മുറിയിൽ എന്നെ കണ്ടിട്ട് യാതൊരു പരിചയവും നീ കാണിച്ചില്ലല്ലോ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, കൊട്ടാരത്തിലെ കോടതി മുറിയിൽ ആ ജോലിയിൽ ഞാൻ ന്യായാധിപനും നീ മോഷ്ടാവുമാണ്. അവിടെ നമ്മൾ തമ്മിൽ യാതൊരു പരിചയവുമില്ല.
പക്ഷേ എൻ്റെ ഇന്നത്തെ ജോലി കഴിഞ്ഞു, വെളിയിലിറങ്ങി, അപ്പോൾ ഞാൻ വെറും സേനകനാണ്, നിൻ്റെ ഉറ്റ ചങ്ങാതിയായ സേനകൻ. ഇത്തരം പഴയകാല സൗഹൃദങ്ങൾ പല കഥകളിലും സിനിമകളിലും നോവലുകളിലും സാഹിത്യ രചനകളിലും ഒക്കെയാണ് നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ സൗഹൃദത്തിൻ്റെ നിറമെല്ലാം മങ്ങി തുടങ്ങിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നാം സൗഹൃദത്തിനൊരു വില കൊടുക്കണം. അങ്ങനെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന പലതരം അനുഗ്രഹങ്ങളും കഴിവുകളും നമ്മുടെ ചങ്ങാതിമാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമുക്ക് പല രീതിയിലും സഹായം ചെയ്യാനും കൂടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ ആർക്ക് മുന്നിലും തുറക്കാതെ അടച്ച് ഭദ്രമായിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയാണ്. അത് അറിവായാലും ഏതെങ്കിലും ആശയമായാലും ഏതെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയ മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ അങ്ങനെ പലതരത്തിൽ നിങ്ങളുടെ പഴയകാല കൂട്ടുകാർക്ക്, പഴയകാല ചങ്ങാതികൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഈ കഥ ഇപ്പോൾ കേട്ടപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചിലർക്കൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വരെ ദൈവം ശേഷി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ലോകം മുഴുവനും സ്നേഹവും നന്മയും കൊണ്ട് നല്ല സൗഹൃദങ്ങൾ മുഴുവൻ നിറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകട്ടെ.